നമ്മുടെ കൊച്ചു കേരളത്തിൽ നാം ഇന്ന് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കാണ് വൃദ്ധസദനങ്ങൾ എന്നുള്ളത്. പണ്ട് നമ്മുടെ കേൾവിയിൽ പോലും ഇല്ലാതിരുന്ന വാക്ക് കാലക്രമേണ നമ്മുടെ കൺമുൻപിൽ എത്തുകയായിരുന്നു. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളതും വൃദ്ധസദനങ്ങളാണ്. എന്തുകൊണ്ടാണ് വൃദ്ധസദനങ്ങൾ ഇത്ര കണ്ട് വളരുന്നതെന്ന് നാം ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിന് കാരണം നമ്മളിൽ ചില മാതാപിതാക്കളെങ്കിലുമാണ്. നമ്മുടെ മക്കൾക്ക് പണമായും മൊബൈലായും നിരവധി അനവധി ആവശ്യങ്ങളുണ്ട്. എന്നാൽ ആ ആവശ്യകതകളുടെ കൃത്യമായ ആവശ്യകത മനസ്സിലാക്കാതെ നാം എത്രയും വേഗത്തിൽ അവർക്കത് നൽകാനുള്ള തിടുക്കത്തിലാണ്. അവിടെയാണ് നാം ഒന്ന് ചിന്തിക്കേണ്ടത്. മാതാപിതാക്കളുടെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും അറിഞ്ഞു വളരുന്ന മക്കള് ഒരിക്കലും മാതാപിതാക്കളെ വൃദ്ധസദനത്തിലാക്കുകയില്ല. മറിച്ച് അവരുടെ ആവശ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നമ്മളെ അറിയിക്കുമ്പോൾ, നമ്മൾ എത്രയും വേഗം അത് നേടിക്കൊടുത്ത് മക്കളെ സന്തോഷിപ്പിക്കുമ്പോൾ, അതിന് പിന്നിലുണ്ടാകുന്ന നമ്മുടെ കഷ്ടപ്പാട് നമ്മുടെ മക്കൾ അറിയാതെ പോകും. മക്കൾക്ക് നൽകുന്ന എല്ലാ ആവശ്യങ്ങളുടെയും, മക്കളുടെ നടത്തിക്കൊടുക്കുന്ന എല്ലാ ആഗ്രഹങ്ങളുടെയും പിന്നിലുള്ള കഷ്ടപ്പാടുകൾ അറിഞ്ഞ് മക്കളെ വളർത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ വൃദ്ധസദനങ്ങളുടെ വളർച്ച ഒരു പരിധിവരെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. ഗുഡ് തോട്ട്സ്, ഗുഡ് ലൈഫ്.